ഹായ് എല്ലാവർക്കും നേഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ അടിപൊളി പച്ചക്കറിയാണ് കുമ്പളങ്ങ. അപ്പോൾ അത് തോട്ടി ഉപയോഗിച്ച് നമ്മളത് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് ഇന്ന് അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ കുമ്പളങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു കുമ്പളങ്ങ, ഒരു സവാള, 2 പച്ചമുളക്, ഇത്രയുമാണ് ഈ തോരന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. പിന്നീട് ഇനി ആദ്യം ചെയ്യുന്നത് കുമ്പളങ്ങ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മറ്റ് പച്ചക്കറികളെ അപേക്ഷിച്ച് ഈ കുമ്പളങ്ങയുടെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ തോരൻ അരിഞ്ഞ് തുടങ്ങുന്നത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അകത്തുള്ള കുരു ഫുള്ളായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ തോരൻ അരിഞ്ഞു തുടങ്ങാവൂ. കാരണം ഈ കുരു ഭയങ്കരമായിട്ടും കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുമ്പളങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ സുലഭമായി വളരുന്ന ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ. നിരവധി പോഷക ഗുണങ്ങളാണ് ഇതിനുള്ളത്. കൂടാതെ 96% ഇതിലടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ്. ശരീരത്തിന് ആവശ്യമായ ഫൈബറുകൾ, അന്നജം, പ്രോട്ടീൻ, ഭക്ഷ്യനാരുകൾ, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, പൊട്ടാസ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയവയും ഇതിലുണ്ട്. ഓലൻ, പുളിശ്ശേരി എന്നിവ കൂടാതെ അടിപൊളി തോരനുണ്ടാക്കാനും ഈ കുമ്പളങ്ങ നമുക്ക് എടുത്തുപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പുളിശ്ശേരിയും ഓലനൊക്കെ ഉണ്ടാക്കി കഴിച്ചവർ തോരനുണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തോരനൊന്ന് ഉണ്ടാക്കി കഴിക്കണം. പിന്നെ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജലത്തിൻ്റെ അംശം ഇതിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് പൊടിയായി അരിയേണ്ട, കുഴഞ്ഞു പോകും. കുറച്ച് വലുതായിട്ട് അരിഞ്ഞാൽ മാത്രം മതിയാകും. അപ്പോൾ പിന്നീട് ഇതിനായി എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ നല്ല ജീരകം ചേർക്കത്തില്ല കേട്ടോ. നല്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 7-8 ചുമന്നുള്ളിയും 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇടിക്കല്ലിലിട്ട് ചതച്ചാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നീട് ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തോരന് ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ തോരൻ ഉണ്ടാക്കി കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. കുമ്പളങ്ങയും സവോളയും പച്ചമുളകും കൂടെ നമ്മൾ എല്ലാം ഒരുമിച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഇതിൽ വെള്ളം ഒട്ടും തന്നെ, ഞാൻ എടുത്തു പറയുന്നു, ഒട്ടും തന്നെ ഒഴിക്കേണ്ട കാര്യമില്ല. ആകെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുറച്ച് പച്ചമുളക് നമ്മൾ കടു താളിക്കാൻ നേരം ഇട്ടെന്ന് മാത്രം. 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ആവിയിലിരുന്നാണ് ഇത് വേകേണ്ടത്. അധിക താമസം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പം കുറച്ച് സമയം ഒന്ന് ആവിയിലിരുന്ന് വേകാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് മാത്രം നമുക്ക് ഈ തോരൻ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. കാരണം ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ തന്നെ ഈ തോരൻ പെട്ടെന്ന് വേകുകയും ചെയ്യും. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം തോരനൊക്കെ ഒന്ന് കണ്ടോ, ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് തോരനിൽ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചിരകിയെടുത്ത തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് പിരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ച തേങ്ങ ഇത് ചതച്ചൊന്നുമല്ല, വെറുതെ തേങ്ങ ഇട്ടേക്കുവാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തത്തിപ്പൊത്തി ഒന്ന് വെക്കുവാണ് കേട്ടോ. തേങ്ങയും തോരനെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊത്തി വെക്കാം കേട്ടോ. പൊത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് തത്തിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ച് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വളരെ എളുപ്പമാണ് നമുക്ക് ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം.
അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റ് പരുവമാണ്. നല്ല ആവിയിൽ നിന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെന്ത അട്ടിപ്പൊളി തോരൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയും, ജീരകം ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.